പാർത്ഥ, ഇറാഖിൽ 9 വയസ്സുകാരി നിറവയറുമായി നിൽക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. യമനിൽ ഒരു 8 വയസ്സുകാരിയായ പെൺകുട്ടിയെ 40കാരന് വിവാഹം കഴിച്ചു കൊടുത്തു. ആദ്യ രാത്രി തന്നെ രക്തസ്രാവമുണ്ടായി, കുഞ്ഞു മരണപ്പെട്ടു എന്നുള്ളത്. പിന്നീട് ഇറാഖിലെ ഈ വിവാഹ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നു. 9 വയസ്സ് മുതലുള്ള പെൺകുട്ടികളെ ഇനി വിവാഹം കഴിക്കാം എന്നുള്ളത്. അപ്പോൾ ഈ നിറവയറുമായി നിൽക്കുന്ന പെൺകുട്ടിയുടെ വീഡിയോ അത് സത്യമാണ് എങ്കിൽ, അത് ഇതുവരെ യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും സത്യമാണ് എങ്കിൽ അത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതല്ലേ? 9 വയസ്സായ പെൺകുട്ടി, അതിനെന്തറിയാം? തീർച്ചയായും. 18 വയസ്സിൽ നിന്ന് 9 വയസ്സിലേക്ക് ഇറാഖിൽ നിയമം ഭേദഗതി ചെയ്യുന്നു, വിവാഹ നിയമം ഭേദഗതി ചെയ്യുന്നു എന്നാണ് പുറത്തു വന്ന വാർത്ത. അത് ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ട വാർത്ത തന്നെയാണ്. പക്ഷേ അവിടെ 18 വയസ്സ് എന്നുള്ളത് ഈ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. സാങ്കേതികമായി മാത്രമാണ് അത്തരമൊരു നിയമം അവിടെ നിലനിൽക്കുന്നത്. ഈ 17 വയസ്സുള്ള കുട്ടികളും 13 വയസ്സുള്ള കുട്ടികളും 10 വയസ്സുള്ള കുട്ടികളെയും ഒക്കെ അവിടെ വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹം എന്നതുപോലും അവിടെ ഒരു സാങ്കേതികത്വം മാത്രമാണ്. ഈ സ്ത്രീകൾ കൃഷിയിടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണവർ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ മറ്റു മതങ്ങളെ പോലെ തന്നെ നവീകരണത്തിൻ്റെ പാതയിൽ പോകുമ്പോൾ, പുരോഗമനത്തിൻ്റെ പാതയിൽ പോകുമ്പോൾ, തെറ്റുകൾക്കെതിരെ മുസ്ലിം പെൺകുട്ടികൾ തന്നെ പ്രതികരിക്കുമ്പോൾ, മലാല യൂസഫ് സായിയെ പോലുള്ള പെൺകുട്ടികൾ മുസ്ലിം സമൂഹത്തിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുന്ന സമയത്ത് ഇറാഖിലും ഇറാനിലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, സൗദി അറേബ്യ അടക്കം പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന അറബ് രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇടുങ്ങിയ രീതിയിലുള്ള മത നിയമങ്ങളും ചിന്താഗതികളും നടപ്പിലാക്കുന്ന ഒരു രാജ്യമായിട്ട് ചില മുസ്ലിം രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത് ബാഗ്ദാദിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ബാഗ്ദാദിലുള്ള ഈ പെൺകുട്ടിയുടെ പേര് സാഹിറ ഹമീല എന്ന പെൺകുട്ടിയാണ്. 9 വയസ്സുകാരിയാണ്. നിറവയറുമായി നിൽക്കുന്നത് എന്നാണ് വീഡിയോ പ്രചരിക്കുന്നത്. ഈ വീഡിയോയുടെ സ്ഥിരീകരണം എന്തായാലും ലഭിച്ചിട്ടില്ല. അത് ഫാക്ട് ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോയ്ക്ക് സ്ഥിരീകരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാഖിലെ സ്ഥിതി അപകടകരമാണ്. കാരണം പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് ഏത് പ്രായമാണ് സെക്ഷലി വളർന്നു വരുന്നത്, അവർക്ക് എങ്ങനെയാണ് അവർക്കുള്ള അതായത് സെക്ഷൽ ജീവിതം തുടങ്ങാനുള്ള ഒരു പ്രായം എത്രയാണ് എന്നൊക്കെ ശാസ്ത്രീയമായി കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് UN അടക്കമുള്ള, അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ രാജ്യങ്ങൾക്ക് ബാധകമാവുന്ന രീതിയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണുന്നത് മത നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെറിയ പിഞ്ചു കുട്ടികളെ കല്യാണം കഴിക്കുന്നു, രക്തസ്രാവം വന്ന് മരിക്കുന്നു. അതിൽ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അവരെ ചോദ്യം ചെയ്യാൻ മറ്റു രാജ്യങ്ങളില്ല, ഒരു ഭരണാധികാരികളും പ്രതികരിക്കുന്നില്ല. ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ ഒരുപക്ഷെ സത്യമായിരിക്കാം, ഒരുപക്ഷെ കള്ളമായിരിക്കാം. പക്ഷേ ഇറാഖിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സത്യമല്ല എന്ന് പറയാനും പറ്റില്ല. 9 വയസ്സുകാരിക്ക് എന്താണ് അറിയാവുന്നത്? 9 വയസ്സുകാരിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരിക, എന്നിട്ട് ഗർഭം ധരിക്കേണ്ടി വരിക, കുഞ്ഞിനെ ചുമക്കേണ്ടി വരിക, ഇതൊക്കെ ഇത്രയും ദാരുണമായ സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 9 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുക? 9 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തയിൽ ചെറിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്തുകൊണ്ട് അമ്പലപ്പറമ്പിലൊക്കെ പോയിട്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങി, ഉത്സവത്തിനൊക്കെ പോയി പല കാര്യങ്ങൾ ചെറിയ മുട്ടായികളൊക്കെ വാങ്ങിക്കൊടുത്ത് താലോലിച്ചു കൊണ്ടു നടക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് ഈ 9 വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുന്നത്. പക്ഷേ എവിടെയാണ് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്? ആരാണ് ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം തന്നെയാണ് ഇത്തരം കുടിലതകൾക്കെതിരെ, ഇത്തരം കാടത്തങ്ങൾക്കെതിരെ മുന്നോട്ട് വരേണ്ടത്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, ഹമാസിന് വേണ്ടി സമരം നയിക്കുന്നവർ, പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് സമരം നയിക്കുന്ന ആളുകൾ എന്ന വ്യാജേനെ ഹമാസ് തീവ്രവാദികളെ പിന്താങ്ങുന്നവർ ഹമാസ് തീവ്രവാദികളാണ്. ഹമാസാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ ജനതയെ ഇത്രയും ഭീകരതയുടെ, ഇത്രയും ഗതികേടിൻ്റെ വക്കിലെത്തിച്ച് അവിടുത്തെ ആശുപത്രികളിൽ പോലും ഉളുപ്പില്ലാതെ കയറി നിന്ന് ഇവിടെ ഞങ്ങൾ നിന്നാൽ ഇസ്രായേൽ ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി ഈ പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ അടക്കം ചിതറച്ച് കളയുന്നത്. ആ ഹമാസിനെ തീവ്രവാദിയാണ് എന്ന് വിളിക്കാൻ ധൈര്യമില്ലാത്ത ആളുകൾ, ആമസോൺ കാർഡുകൾക്ക് തീ പിടിച്ചാൽ അതിന് പോലും പോയി പ്രതികരിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരം കുടിലതകൾക്കെതിരെ, ഇത്തരം ക്രൂരകൃത്യങ്ങൾക്കെതിരെ പ്രതികരിക്കാത്തത് എന്നതൊരു ചോദ്യമാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞു. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. ഇത് ആരുടെയും രാജ്യമല്ല, ഇത് മുസ്ലിമിൻ്റെ കൂടെ രാജ്യമാണ്. അപ്പോൾ
ഇവിടെ ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അധികാരമുണ്ട്, ഇവിടെ ഭൂരിപക്ഷത്തിന് ഞങ്ങളുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ അന്ന് അവതാരകനായിരുന്ന ഏഷ്യാനെറ്റിലെ ജിമ്മി ജെയിംസ് ഒരു മറുചോദ്യം ചോദിച്ചു. അപ്പോൾ സൗദി അറേബ്യയൊക്കെയോ അവിടുത്തെ ഭൂരിപക്ഷം അവിടെ ആളുകൾക്ക് മേൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ലേ, നോമ്പ് കാലത്ത് പോലും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞമ്മൻ്റെ രാജ്യമാണല്ലോ, അവിടെ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ ഞമ്മൻ്റെ രാജ്യമല്ല, ഞമ്മൻ്റെയും കൂടി രാജ്യമാണ്, ഇവരുടെ രാജ്യമല്ല എന്ന് പറയുന്നൊരു തത്വം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ തത്വം തന്നെയാണ് ലോകവ്യാപകമായിട്ട് ഇസ്ലാം തീവ്രവാദികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. AP അബൂബക്കർ മുസ്ലിം തീവ്രവാദിയാണെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കിട്ട് ആ അഭിപ്രായവുമില്ല. ആ പറഞ്ഞ ന്യായം അപ്പുറത്ത് തീവ്രവാദികൾ അതേപടി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഇവർ 2 കെട്ടുന്നതിലും 4 കെട്ടുന്നതിലും 16 കെട്ടുന്നതിലും ആയാലും ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഗർഭിണികളാക്കുന്നതിലായാലും ഇവർക്കൊരു ന്യായീകരണവുമില്ല. ഇതിലപ്പുറത്തേക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക, ആ കുഞ്ഞുങ്ങൾക്ക് വേറെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക. അല്ല, അതിൽ ഞാൻ ആലോചിക്കുന്നത് ഈ യമനിലൊക്കെ 40-കാരന് 8 വയസ്സ് 9 വയസ്സായ പെൺകുട്ടികളെ, ചിലപ്പോൾ അവൻ ആ പ്രായത്തിലുള്ള മക്കളുണ്ടാകാം, സ്വന്തം മകളെ പോലെ കാണേണ്ട കുഞ്ഞുങ്ങളെ കിടപ്പറയിലേക്ക് കൊണ്ടുവന്ന് അവരെ മൃഗീയമായിരിക്കും അവരെ ശാരീരികമായ പീഡനത്തിലേക്കൊക്കെ ഏർപ്പെടുത്തുന്നത്. രക്തസ്രാവമൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് എത്ര ഹീനമായ ആ വേദന കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ ഈ 9 വയസ്സായ കൊച്ചു കുട്ടി നിറവയറുമായി നിൽക്കുന്നത് പൂർണ്ണ ഗർഭിണി എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് സ്ഥിരീകരിക്കാത്തതുകൊണ്ട് നമുക്കത് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഇറാഖിലെ നിയമങ്ങൾ, ഇറാഖിലെ ഒക്കെ നിയമങ്ങൾ എപ്പോഴും സ്ത്രീകളെ സുരക്ഷിതരാക്കുന്നതല്ല. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ കഴിയും, ആ അറ്റം വരെ പ്രതിഷേധിക്കുന്നവരെയൊക്കെ കൊല്ലുന്ന ഒരു നിലപാട്. ആർക്കും പ്രതിഷേധിക്കാൻ കഴിയില്ല. മതമാണ് ഏറ്റവും വലുത്. ആ മതം പറയുന്നത് എന്താണോ അതാണ് ശരി. മതം 6 വയസ്സായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറയുന്നു എങ്കിൽ നബി 9 വയസ്സായ ആയിഷ വിവാഹം കഴിച്ചു, 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ചുവെങ്കിൽ 9 വയസ്സിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കും 6 വയസ്സിൽ വിവാഹം കഴിക്കാം, ഞങ്ങൾക്കും 9 വയസ്സിൽ 9 വയസ്സ് വരെ പോലും കാത്തിരിക്കേണ്ട, നബി 9 വയസ്സ് വരെയെങ്കിലും കാത്തിരുന്നു എന്നുള്ളതാണ്. ഞാൻ തെറ്റായിട്ട് അർത്ഥത്തിലല്ല പറയുന്നത്. ആ സമയത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആയിഷയെ വിവാഹം കഴിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നബി 9 വയസ്സിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. മാത്രമല്ല നബി എന്ന് മാത്രമല്ല, ഹിന്ദു മതത്തിൽ ഏതെങ്കിലും ഒരു ദൈവമോ ഏതെങ്കിലും ഒരു അവതാര പുരുഷനോ 9 വയസ്സിലോ 6 വയസ്സിലോ ഒരു കുഞ്ഞിനെ കല്യാണം കഴിച്ച് ഒരു ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ട് അതും തെറ്റാണ്. ധൈര്യസമയം തുറന്ന് പറയാൻ പഠിക്കണം. അതുപോലെ തന്നെ ക്രിസ്ത്യ മതത്തിലുള്ളതായാലും പാർസി സിഖ് മതത്തിലുള്ളതായാലും എൻ്റെ അഭിപ്രായമാണ്, എന്നയുടെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായമാണ്. ഏത് ദൈവ അവതാരങ്ങളായാലും ഏത് ദൈവങ്ങളായാലും 9 വയസ്സിലുള്ള കുഞ്ഞുങ്ങളെയോ 6 വയസ്സുള്ള കുഞ്ഞുങ്ങളെയും കല്യാണം കഴിച്ച് അവരെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. പക്ഷെ എങ്കിൽ കൂടി അന്നുണ്ടായ ആ നിയമം ഇപ്പോഴും പിന്തുടരാൻ, ജനങ്ങളെ ഒന്നിച്ചു നിർത്താനും സ്നേഹം പഠിപ്പിച്ച നബി പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും ഇവർ കേൾക്കുന്നില്ല, കാണുന്നില്ല എന്നുള്ളതാണ്. ഇവർ കാണുന്നത് നബി 6 വയസ്സിൽ ആയിഷ വിവാഹം കഴിച്ചു, 9 വയസ്സിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഞങ്ങളും അത് ചെയ്യുന്നു. നബി 4-5 പേരെ കെട്ടാൻ പറഞ്ഞു, ഞങ്ങളും കെട്ടുന്നു. എന്തിനാണ് നബി അത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ ആളുകളാണ് നമ്മുടെ ലോകത്തുള്ളത് എന്ന് ആലോചിക്കുമ്പോഴാണ് ആ പിഞ്ചു കുഞ്ഞ് അത് സത്യമാണെങ്കിൽ ആ കുഞ്ഞ് അനുഭവിക്കാൻ പോകുന്ന വേദന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്തായിരിക്കും. നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഈ നബിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് കൃത്യമായി നബി എന്തിനാണ് അങ്ങനെ ചെയ്തത്, നബി അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ഖുറാനിൽ തിരികെ കയറ്റിയതാണോ എന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇന്ന് അതിനെ എന്ത് ചെയ്യുന്നത്, ഇന്ന് അതിനെ ഓൺ ചെയ്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കാനും 5-6 കെട്ടാനും നടക്കുന്നത്. ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, തനിക്ക് ഇല്ലാത്തവന് തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം എപ്പോഴും കൊടുക്കണമെന്ന് ഇസ്ലാമിനോട് പറയുന്നവർ, ഒരു 10 പൈസ കൊടുക്കാൻ തയ്യാറാവുന്നവർ എത്രയുണ്ട്, കൊടുക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല, കൊടുക്കാത്തവർ എത്രയോ ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നുമല്ല ഇവർ നടപ്പിലാക്കുന്നത്. സ്ത്രീകളെ ലൈംഗിക ചരക്കുകളാക്കി മാത്രം കണ്ട് അത് ആ രീതിയിലേക്ക് പോകുന്നവരെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. ഒരിക്കലും കുഞ്ഞുങ്ങളെ മേൽ ഇത്തരത്തിലുള്ള കാമഭ്രാന്തുകൾ കാണിക്കുന്നവരെ നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ലോകവ്യാപകമായി ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരട്ടെ. തീർച്ചയായിട്ടും.